ഈശംസിയാക്കിയ സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ദിവസം നമ്മൾ ചിന്തിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ ലേഖനം, 1-ാം ലേഖനം 4-ാം അധ്യായം 20-21 തിരുവചനങ്ങൾ. ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാത്ത ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. ക്രിസ്തുവിൽ നിന്നും ഈ കൽപ്പന നമുക്ക് ലഭിച്ചിരിക്കുന്നു: ദൈവത്തെ സ്നേഹിക്കുന്നവൻ സഹോദരനെയും സ്നേഹിക്കണം. പ്രൈസ് ദി ലോർഡ്. വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്ന വ്യക്തി സഹോദര സ്നേഹമുള്ളവനായിരിക്കണം. അതല്ലാതെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സഹോദരനോട് വെറുപ്പുള്ളിൽ വെച്ചുകൊണ്ട് ദൈവത്തെ എങ്ങനെ സ്നേഹിക്കാൻ പറ്റും? അപ്പോൾ കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിച്ചുകൊണ്ട് വേണം നമ്മളെ ദൈവസ്നേഹത്തിൻ്റെ ആഴങ്ങളിലേക്ക് കടന്നു പോകാൻ. നമ്മൾ ഏതവസ്ഥയിലാണ് നിൽക്കുന്നതെന്ന് ചിന്തിച്ചു നോക്കുക. ഒരിക്കലും ഞാൻ കൊടക്കച്ചിറ ഗുഡ് ന്യൂസ് ധ്യാന കേന്ദ്രത്തിൽ തപസ് ധ്യാനത്തിന് പോയി. അവിടെ അന്നത്തെ വർഷങ്ങൾക്ക് മുമ്പായതുകൊണ്ട് അവിടെ അതിന് മാത്രം സൗകര്യങ്ങളൊന്നുമില്ല. ചാപ്പലിനകത്ത് ആ ഒരു ചെറിയൊരു പള്ളിയാണ്. അതിനകത്താണ് സത്യത്തിൽ കുറേ പേര് അതിൻ്റെ അവിടെയൊക്കെ ആയിട്ടാണ് കിടക്കുന്നത്. തപസ്സിന് ഭയങ്കര ആൾക്കാരാണ്. 3 ദിവസത്തെ തപസ്. ബഹുമാനപ്പെട്ട ജോസഫ് കണ്ടത്തിപ്പറമ്പിൽ അച്ഛൻ അന്ന് കൊടക്കച്ചിറയിലാണ്. അങ്ങനെ തപസ് കൂടി അവിടെ വെച്ചൊരു സഹോദരനെ പരിചയപ്പെട്ടു. വർത്താനമൊക്കെ പറഞ്ഞു. തപസ്സെല്ലാം കഴിഞ്ഞു പോയി. പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞു പോയി. അതിനുശേഷം IMSലെ പ്രശാന്തച്ഛൻ്റെ, ബഹുമാനപ്പെട്ട പ്രശാന്തച്ഛൻ്റെ തപസ്സിന് ഒരിക്കൽ പോയിരിക്കുക. അപ്പോൾ അവിടെ 3 ദിവസം ഉപവാസം എടുത്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അവിടെ വെച്ച് ഈ സഹോദരൻ, വർഷങ്ങൾക്ക് ശേഷമാണ് ഈ സഹോദരനെ കാണുന്നത്. അപ്പോൾ ആ സഹോദരനെ ഒരു സഹോദരൻ്റെ അടുക്ക വന്ന് വർത്തമാനം പറഞ്ഞു. എന്നെ മനസ്സിലായില്ലെന്ന് ചോദിച്ചു. എനിക്ക് പെട്ടെന്ന് പിടികിട്ടിയില്ല. അപ്പോൾ എന്നോട് പറഞ്ഞു, നമ്മൾ ഒരുമിച്ചാണ് കൊടക്കച്ചിറയിൽ കിടന്നുറങ്ങിയത്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് പിടികിട്ടി. അപ്പോൾ പുള്ളിക്കാരൻ ഒത്തിരി തപസ്, ഞാൻ അതിൻ്റെ എണ്ണം മറന്നുപോയി. എനിക്ക് തോന്നുന്നു ഒരു 10, 30, 40 തപസ് കൂടിയിട്ടുള്ളതാണ്. ഒരു തപസ് എന്ന് പറഞ്ഞാൽ 3 ദിവസം ഉപവാസമാണ്. അപ്പോൾ അത്രയും തപസ് പുള്ളി ഇതുവരെ IMSലും കൊടക്കച്ചിറയും ഒക്കെ ആയിട്ട് കൂടിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ സത്യത്തിൽ ആലോചിച്ച്, ദൈവമേ, എത്രമാത്രം വിശുദ്ധമായ ഒരവസ്ഥയിൽ ദൈവത്തെ സ്നേഹിച്ച് ജീവിക്കുന്ന ഒരു മനുഷ്യൻ്റെ മുമ്പിലാണ് ഞാൻ നിൽക്കുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു സുഖമില്ല, ഒരു അസ്വസ്ഥതയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഇത്രയും തപസ് കൂടിയിട്ട് ഒരു അസ്വസ്ഥത എന്താണ്? അപ്പോൾ അങ്ങനെ ഞങ്ങൾ കുറച്ചും കൂടെ കൂടുതൽ ഡീപ്പായിട്ട് പരിചയപ്പെട്ട് അടുത്ത് പിടിച്ച് വന്നപ്പോഴാണ് പുള്ളി പറയുന്നത്, വഴിയുടെ തർക്കം. പുള്ളിയുടെ പറമ്പിൽ കൂടെ പുള്ളിയുടെ അനിയന് ഒരു വഴി വേണം. അത് നിലവിൽ കൊടുക്കാൻ പുള്ളിക്ക് താല്പര്യമില്ല. കാരണം പുള്ളിയുടെ പറമ്പിൻ്റെ സൈഡ് അതിലെ വഴി വീതി പോയി കഴിഞ്ഞാൽ അത്രയും സ്ഥലം പോകും. അപ്പോൾ ആ പുള്ളിയുടെ സ്ഥലത്തിൻ്റെ ആ ഒരു ഭംഗി പോകും എന്ന് വെച്ച് പുള്ളി അതിന് സമ്മതിച്ചില്ല. അത് കേസായി. ആ കേസ് കോടതിയിലാണ്. കോടതിയിൽ കേസ് കൊടുത്തിട്ടാണ് പുള്ളി തപസ് കൂടാൻ ഇത്രയും തപസ് കൂടിയത്. ഇതുവരെ തീരുമാനത്തിലെത്തിയിട്ടില്ല. അതിനാണ് തപസ് കൂടുന്നത്. അപ്പോൾ ആ തപസ് കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അപ്പോൾ ഞാൻ ആ സഹോദരന് പറഞ്ഞു, അത് ആ സഹോദരന് കൊടുക്ക്. ആ സഹോദരന് കൊടുത്ത് ആ സഹോദരനുമായിട്ട് രമ്യതപ്പെടുക. അത് കഴിയുമ്പോൾ നിങ്ങളിതൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല. ഇന്നലെ നാളെ നിങ്ങൾ വിളിക്കപ്പെടും. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ അസ്വസ്ഥതകൾ വരുന്നത്. അപ്പോൾ സഹോദരൻ, ഞാനിതൊരു ഉദാഹരണമായിട്ട് നിങ്ങളോട് പറഞ്ഞതാണ്. അപ്പോൾ ഇതുപോലെയുള്ള അവസ്ഥകളിൽ നമ്മൾ ജീവിച്ചുകൊണ്ട് നമ്മളെ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതിനകത്ത് വലിയ അർത്ഥമില്ല. സഹോദരങ്ങളെ എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. സ്നേഹമായിരിക്കണം നമ്മുടെ ശരിയായ ആ ഒരു നമ്മുടെ ശരിക്കുള്ള നമ്മുടെ ജീവിത യാഥാർത്ഥ്യം സ്നേഹത്തിൽ അധിഷ്ഠിതമായിരിക്കണം. എല്ലാവരെയും സ്നേഹിക്കാൻ കഴിയണം. ഈശോ അതല്ലേ ചെയ്തത്? ഭൂമിയിലുള്ള സകല മനുഷ്യരുടെയും രക്ഷയ്ക്ക് വേണ്ടിയായി ഭൂമിയിൽ ജാതനായത്. എല്ലാവരും ക്രിസ്ത്യാനിയുടെ ദൈവമൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ട് സകല മനുഷ്യരെയും സ്നേഹിക്കുക, സ്നേഹത്തിൽ അധിഷ്ഠിതമായ ഒരു ജീവിതം കഴിക്കുക. അല്ലാതെ നമ്മൾ മറ്റുള്ളവനോട് വിദ്വേഷവും വെറുപ്പും വെച്ച് കുടുംബത്തിൽ അലോക്യവും കാണിച്ചിട്ട് സർവ്വ അസ്വസ്ഥതകളും 1 സെൻറ്റ് ഭൂമിക്ക് വേണ്ടി വെട്ടും കുത്തും നടക്കുന്നൊരു കാലഘട്ടമാണ്. അപ്പോൾ അങ്ങനെ നമ്മളൊരു ജീവിതം കഴിച്ചുകൊണ്ട് ദൈവത്തെ പ്രസാദിപ്പിക്കാമെന്ന് വിചാരിച്ചാൽ ഒന്നും നടക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തിരിച്ച് മടങ്ങി നടക്കാം, ഈശോയുമായി ഒന്നാകാം,
ഈശോയെ സ്നേഹിക്കാം, സഹോദരനെ സ്നേഹിക്കാം. അങ്ങനെ സ്നേഹത്തിൽ അധിഷ്ഠിതമായൊരു ജീവിതം കഴിച്ച് കർത്താവിന് സ്വീകാര്യരായ മക്കളായി നമുക്ക് ജീവിക്കാം. ഈ വചനം സേവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളുടെ മേലും ഈ വചനത്തിൻ്റെ അനന്തമായ ശക്തി വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അവരുടെ ദേശങ്ങൾ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.